വൈപ്പിൻ ഫോർട്ട് കൊച്ചി റോറോ ജങ്കാർ സർവീസ് യാത്ര ദുരിതത്തിന് അറുതിയാവുന്നു. ഈ റൂട്ടിലെ മൂന്നാമത് റോറോ സേതുസാഗറിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. ജൂലൈ ആദ്യവാരം സർവീസ് ആരംഭിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഒരേ സമയം 4 ട്രക്കുകളും 12 കാറുകളും 50 യാത്രക്കാരെയും വഹിക്കാൻ ശേഷിയുള്ളതാണ് സേതുസാഗർ 3. 14,89 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. കൊച്ചി ഷിപ്പ്യാർഡിൽ ഒരുങ്ങുന്ന സേതുസാഗർ 3ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈബി ഈഡൻ MP വിലയിരുത്തി. വളരെ വേഗത്തിൽ 5 മിനിറ്റ് കൊണ്ട് എറണാകുളത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണിത്. അതുകൊണ്ട് തന്നെ അത് മുടങ്ങാതെ പോകണമെന്നുള്ളതാണ്. 3 വെസലുകൾ നിർബന്ധമായും ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഈ 2 വെസലുകൾ ഇപ്പോൾ കുറേ നാളായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് നടത്തണം. കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് നടത്തുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള ചില ആശങ്കകളും ബഹുമാനിയായ മേയർ ഇവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ടെക്നിക്കൽ ടീം പ്രകടിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അവരുമായി കൂടി ബഹുമാനപ്പെട്ട മേയർ ഒരു മീറ്റിംഗ് വിളിച്ച് അതിൻ്റെ ആശങ്കകൾ കൂടി പരിഹരിച്ച് അതിൻ്റെ ഓപ്പറേഷൻ സ്മൂത്താക്കി കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനകരമായി കോസ്റ്റ് എഫക്റ്റീവായി എങ്ങനെ അത് സാധിക്കുമെന്നുള്ള കാര്യം ആലോചിക്കുകയാണ്. വൈപ്പിൻ ഫോർട്ട് കൊച്ചി ജലപാതയിലെ നിലവിലുള്ള 2 സർവീസുകളും തകരാറിലാവുന്നതും യാത്ര തടസ്സപ്പെടുന്നതും പതിവായിരുന്നു. നടത്തിപ്പ് ചുമതലയുള്ള KSNCയും നഗരസഭയും ചർച്ച നടത്തി ആശങ്കകളെല്ലാം പരിഹരിച്ച് സർവീസ് കൂടുതൽ സുഗമമാക്കും. ഡ്രൈ ഡോക്ക് കഴിഞ്ഞ് വെസൽസ് നീറ്റിലിറങ്ങുമ്പോഴേക്കും പുതിയ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ KSNCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ 1 കോടി രൂപയോളമുള്ള ഒരു തർക്കം KSNCയും കോർപ്പറേഷനുമായി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു സബ് കമ്മിറ്റി അതിനുവേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. അവർ 1 മാസക്കാലം അതിൻ്റെ റണ്ണിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചത് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊച്ചി നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ സേതുസാഗർ 3 എത്തുന്നതോടെ വൈപ്പിൻ കൊച്ചി യാത്ര തടസ്സമില്ലാതാകുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭ. മീഡിയ 1 കൊച്ചി.